ഞാൻ വിചാരിച്ചു പെൺകുട്ടികൾ എഴുതണം. അമ്മയെ അനുകരിച്ചു. അത്രമാത്രമേ അന്ന് എനിക്ക് മനസ്സിലായുള്ളൂ. അതൊരു സാഹിത്യം എന്ന ഒരു വാക്ക് തന്നെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ, കവിതയൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ സാഹിത്യമാണ് അന്ന് എനിക്കറിയില്ല. തോന്നിയത് എഴുതണം. ഒരു ഡയറി എഴുത്ത് മാതിരിയായിരുന്നു എൻ്റെ എഴുത്ത്. പ്രേമത്തെ പറ്റി എത്ര എഴുതിയാലും മതി വരില്ല എന്ന് പറയാറില്ലേ? ആദ്യത്തെ പ്രണയ അനുഭവം ഒന്ന് പറയുമോ ചേച്ചി? പ്രണയമാണെന്ന് അറിയാതെ തന്നെ സ്നേഹിച്ചു പോയി. ഞാനൊരു 15 വയസ്സായപ്പോൾ ഒരു അടുത്ത കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി, ഒരു 18 വയസ്സുകാരി, അവൾ എന്നോട് വളരെ സ്നേഹമൊക്കെ കാണിക്കും, പ്രകടിപ്പിച്ചു. അപ്പോൾ വാസ്തവത്തിൽ അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം. ആ കുട്ടിയായിട്ടുള്ള സംശയമൊന്നുമില്ല. ഒരു തവണ ഞങ്ങൾ ഒന്നിച്ച് തീവണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ അവൾ എന്നെ ഒരിക്കൽ ചുംബിച്ചു. അത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നി. ഒരു എൻ്റെ വീട്ടിലൊന്നും ജനിക്കാത്ത ഒരാൾ, എൻ്റെ അമ്മമ്മയും എൻ്റെ അമ്മയൊന്നുമല്ല, ഒരു പെൺകുട്ടി എന്നെ ചുംബിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു നമ്മൾ ഒന്നിച്ച് താമസിക്കാം, ഒന്നിച്ച് വളരാമെന്ന്. പ്രേമത്തിനെ കണ്ടുമുട്ടാൻ കുറേ കാലം വേണ്ടി വന്നു ജീവിതത്തിൽ. പക്ഷേ സങ്കല്പിക്കും. ഈ ഗീതാ ഗോവിന്ദം വായിച്ച് ഡാൻസ് ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ പറ്റിയിട്ടും രാധയെ പറ്റിയിട്ടും പ്രേമത്തെക്കുറിച്ചും എല്ലാം എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് ആലോചിച്ചാൽ തന്നെ അതൊരു ത്രില്ലാണ്. തന്നെയായിരുന്നു എൻ്റെ മാതൃകകൾ, കൃഷ്ണനും രാധയും. വരും വെള്ളിയാഴ്ച എന്നൊരു കവിത ചേച്ചി എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ അവൻ്റെ ശരീരത്തിൽ അലഞ്ഞ നിധികൾ തേടി എൻ്റെ കൈകൾ ഛേദിക്കുക, അവൻ്റെ ലാവണ്യം നുകർന്നു മതിവരാത്ത കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക എന്നൊക്കെ ചേച്ചി എഴുതിയല്ലോ. പ്രേമത്തെക്കുറിച്ച് ഇത്ര വേറിട്ടൊരു ചിന്തയുണ്ടാകാൻ എന്താണ് ചേച്ചി കാരണം? പ്രേമിച്ചു പോയി. പിന്നെ ഇവിടുത്തെ നിലവിലുള്ള സദാചാര നിയമങ്ങൾക്ക് വിപരീതമായി ചിന്തിച്ചു, കുറച്ചൊക്കെ പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഞാൻ പുതിയൊരു മതത്തിൽ ചേർന്നപ്പോൾ പുതിയ മതത്തിൽ എൻ്റെ ദൈവം എന്നോട് പൊറുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയതാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പ്രേമം പൊറുക്കപ്പെടും, വിദ്വേഷം പൊറുക്കപ്പെടില്ല, ക്രൂരത പൊറുക്കപ്പെടില്ല എന്ന് മനസ്സിലായി. പ്രേമമൊക്കെ ദൈവത്തിൻ്റെ പരിപാടി തന്നെയാണ്. ദൈവം ആണ് അതൊക്കെ ഉത്ഭവിപ്പിക്കുന്നത്. മനുഷ്യരൊക്കെ എത്ര ചെറിയ അണുക്കൾ മാത്രമാണ്. അതിൻ്റെ പിന്നിലൊക്കെ ഓരോ ചലനത്തിൻ്റെയും പിന്നിൽ ദൈവം തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്.